ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ മറ്റൊരു നിർണായക വഴിത്തിരിവിലാണ്. ബംഗാൾ തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ അടങ്ങിയതോടെ രാജ്യം ഉറ്റുനോക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭൂമിയായ ഉത്തർപ്രദേശിലേക്കാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്കും NDA സഖ്യത്തിനും ഏറ്റവും വലിയ അപ്രതീക്ഷിത തിരിച്ചടി നൽകിയ സംസ്ഥാനമാണ് UP. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യം BJPയുടെ കുതിപ്പിന് അവിടെ തടയിട്ടു എന്നതാണ് സത്യം. ആദ്യമായി ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടം BJPക്ക് നൽകുന്ന ചില വ്യക്തമായ സൂചനകളുണ്ട്. കടുത്ത പ്രാദേശിക വികാരവും ശക്തമായ പ്രതിപക്ഷ കൂട്ടായ്മയും എങ്ങനെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു എന്ന് BJP കേന്ദ്ര നേതൃത്വം കൃത്യമായി വിലയിരുത്തുന്നു. UPയിൽ കഴിഞ്ഞ തവണ സംഭവിച്ച വോട്ട് ചോർച്ചയും പ്രതിപക്ഷത്തിന്റെ ഭരണഘടന അപകടത്തിൽ എന്ന പ്രചാരണവും പ്രതിരോധിക്കാൻ പുതിയൊരു തന്ത്രമാണ് BJP ഇപ്പോൾ രൂപീകരിക്കുന്നത്. ബംഗാളിലെ പോരാട്ടം കഴിഞ്ഞതോടെ പാർട്ടി മെഷീനറിയും ദേശീയ നേതാക്കളുടെ ശ്രദ്ധയും പൂർണ്ണമായും ഇനി UPയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നത് BJPക്ക് അനുകൂലമായ ഒന്നാമത്തെ ഘടകമാണ്. UPയിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് എന്നത് ക്രമസമാധാന നിലയും അടിസ്ഥാന സൗകര്യ വികസനവുമാണ്. പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുമ്പോൾ ഈ ഭയരഹിത അന്തരീക്ഷം മുൻനിർത്തിയാകും BJP വോട്ട് തേടുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന സമാജ്വാദി പാർട്ടി കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന തർക്കങ്ങളും പ്രാദേശികമായ ഭിന്നതകളും വരും ദിവസങ്ങളിൽ BJPക്ക് വീണ് കിട്ടുന്ന ആയുധമാകും. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് എപ്പോഴും BJPക്കാണ് ഗുണം ചെയ്യുക. കഴിഞ്ഞ തവണത്തെ തിരിച്ചടിക്ക് കാരണം ഉൾപാർട്ടി തർക്കങ്ങളും താഴെ തട്ടിലെ വീഴ്ചകളുമാണെന്ന് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബംഗാൾ കഴിഞ്ഞതോടെ UPയിലെ പാർട്ടി സംവിധാനത്തെ അടിമുടി മാറ്റാനും ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ബൂത്ത് ലെവൽ തന്ത്രങ്ങൾ ശക്തമാക്കാനും നേതൃത്വത്തിന് ഇപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട്. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ, പേപ്പർ ചോർച്ച, വിവാദങ്ങൾ എന്നിവ UPയിൽ ഇപ്പോഴും സജീവ ചർച്ചയാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ജാതി സമവാക്യങ്ങളെ തകർക്കാൻ OBC, ദളിത് വിഭാഗങ്ങളിലെ ഉപജാതികളെ ഒപ്പം നിർത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രമാണ് BJP പയറ്റുന്നത്. ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണത്തോടൊപ്പം വികസന രാഷ്ട്രീയവും ചേരുമ്പോൾ വലിയ വിഭാഗം വോട്ടർമാരെ തിരികെ എത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ലോക്സഭയിലേറ്റ പ്രഹരം ഒരു താൽക്കാലിക തിരിച്ചടിയായി മാത്രം കാണിക്കാനാണ് BJP ഇനി ശ്രമിക്കുക. ബംഗാൾ പോരാട്ടത്തിന് ശേഷം രാജ്യത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധ UPയിലേക്ക് തിരിയുമ്പോൾ ഇരട്ടി ശക്തിയോടെ തിരിച്ചടിക്കാൻ യോഗി മോദി കൂട്ടുകെട്ട് തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. UPയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി ചിത്രം കൂടിയായിരിക്കും നിർണ്ണയിക്കുക.